ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. സ്വപ്നയ്ക്ക് സുഖമാണ് എന്ന മല്ലിക യൂനിസ് നോവലിൻ്റെ 15-ാമത്തെ അധ്യായം. സ്വപ്ന നഴ്സറിയിൽ പഠിപ്പിക്കാൻ പോകുന്നെന്ന് ഹംസയിൽ നിന്ന് അറിഞ്ഞ നിമിഷം മുതൽ ജയേഷ്ണൻ്റെ ഉള്ളിൽ തണുപ്പ് വീണു. ഒന്നുമില്ലെങ്കിലും സ്വപ്നയുടെ ദുഃഖങ്ങൾക്ക് കുറച്ച് ഒരറുതി കിട്ടുമല്ലോ എന്ന ആശ്വാസം. പകൽ സമയത്തെങ്കിലും അരുണിൻ്റെ അമ്മയിൽ നിന്നും ശകാരവും കുത്തുവാക്കുകളും കേൾക്കാൻ ഇടവരില്ലല്ലോ എന്ന ഒരു ചിന്തയും മനസ്സിലുണ്ടായി. ഈയിടെയായിട്ട് ആ സ്ത്രീയെ താനും ഭയന്നു തുടങ്ങിയിട്ടുണ്ട്. തന്നെ കൺവട്ടത്തെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ വിളിച്ചു നിർത്തി അവരെ ഏൽപ്പിച്ച കാര്യം എന്തായി എന്നൊരു അന്വേഷണം ഉണ്ടാവും. അച്ഛനെ പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് ആ വീടുമായിട്ട് എത്ര അടുപ്പമില്ല എന്ന് പറഞ്ഞു ഒഴുകിയായിരുന്നു ആദ്യം. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവിടുത്തെ മേൽവിലാസം ഒന്ന് എഴുതിത്താ, ഞാൻ അറിയിക്കാം. ആവശ്യമില്ലാത്ത തിടുക്കമുണ്ടായിരുന്നു അവരുടെ വാക്കുകളിലെന്ന് തോന്നി. സ്വപ്നയെ എത്രയും പെട്ടെന്ന് അവർക്ക് ഒഴിവാക്കണം. ആ ചേതോവികാരത്തിന് പിന്നിൽ എന്താണുള്ളതെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി പോകുമ്പോഴാവട്ടെ വിലാസം കൊണ്ടുവരാം. അപ്പോൾ രക്ഷപ്പെടാൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും ഉള്ളിൽ അങ്കലാപ്പുണ്ടായി. ഇനി അതും പറഞ്ഞ് അവർ ബുദ്ധിമുട്ടി. പുതിയ സമീപനത്തെക്കുറിച്ച് അച്ഛനോട് പറയണമെന്ന് കരുതിയാണ് വാരാന്ത്യത്തിൽ വീട്ടിലേക്ക് ചെന്നത്. എല്ലാം കേട്ടതിന് ശേഷം അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പോൾ അവരായിട്ട് അറിയിച്ചിട്ട് കാര്യമില്ല. ബാലൻകുഞ്ഞ് ഞാൻ പറയുന്നതിന് മുമ്പേ വിവരങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു. ഉള്ളിൽ നിന്നും ഒരാന്തലുണ്ടായി. എന്നിട്ടെന്താ, എനിക്ക് അങ്ങനെ ഒരു പെങ്ങളില്ലെന്ന് തീർത്ത് പറഞ്ഞു. അമ്മയും തന്നെയും വേദനിപ്പിച്ചതിൻ്റെ ഫലമാണ് ആ കുഞ്ഞിന് കിട്ടിയതെന്ന്. ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. രക്ഷയില്ല. എന്ത് വേണമെന്നറിയാതെ തരിച്ചിരിക്കുമ്പോൾ അച്ഛൻ തുറന്നു. ഒന്നോർത്താ ബാലൻകുഞ്ഞ് പറയുന്നതിലും കാര്യമുണ്ട്. തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നാൽ വലിയൊരു ബാധ്യതയാവും. രമ്യമോളുടെ ഭാവിയോർത്ത് എന്തായാലും അത് വയ്യ. ആ കുട്ടിയുടെ കല്യാണം കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാമെന്ന്. അതിനി എത്ര നാൾ വേണ്ടിവരും രമ്യയുടെ കല്യാണം കഴിയാൻ? പി.ഡിഗ്രി കഴിയുമ്പോൾ കെട്ടിച്ചുവിടാനാണ് പ്ലാൻ. 18 വയസ്സ് തികയാൻ കാത്തിരിക്കുക അമ്മയും മോനും. മൗനം ഇടറി നിന്ന നിമിഷങ്ങൾ. ഇതൊക്കെ പറയുമ്പോഴും ബാലൻകുഞ്ഞിന് വിഷമമുണ്ട് ഉള്ളിൽ. പക്ഷേ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അമ്മ ഒരു രീതിയിലും അരുൺ മരിച്ച കാര്യം അറിയരുതെന്ന് എന്നെ താക്കീത് ചെയ്തിരിക്കുക. അച്ഛൻ നിസ്സഹായതയോടെ കൈമലർത്തി. ഞാനെന്താ അച്ഛാ ഇനി ആ സ്ത്രീയോട് ചെന്ന് പറയേണ്ടത്? തനിക്കതായിരുന്നു വിഷമം. പറയ്, എഴുത്തയച്ചിട്ടൊന്നും കാര്യമില്ലെന്ന്. ആ വീട്ടുകാർ പണ്ടേ ആ കൊച്ചിനെ പുറന്തള്ളിയതാണെന്ന്. ഓഫീസിൽ ചെന്നതിൻ്റെ പിറ്റേ ദിവസം മേൽവിലാസം ചോദിക്കാനായി അവർ വേലിക്കരികിൽ വന്നു. ഈയിടെയായിട്ട് മറ്റാരും വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ പേരെടുത്ത് വിളിക്കുന്നവനും സംസാരിക്കുന്നവനൊക്കെ അവർ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നെന്ന് ഓർത്തു. പറയാൻ കരുതി വെച്ചിരുന്ന മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് അരിശം മുത്തു. ആഹാ, അത് കൊള്ളാമല്ലോ. കേസ് കൊടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. കേസ് പറഞ്ഞ് ഓഹരി വാങ്ങണം. വിളിച്ചുകൊണ്ട് കൊണ്ടുപോയാലേ ആ ചിലവുണ്ടാകും. അതായി മടി. എല്ലാ ആങ്ങളെ കൈയടക്കി വെച്ചിരിക്കല്ലേ. തള്ളയുടെ കാലം കഴിഞ്ഞാൽ ഈ പെണ്ണിനുള്ള ഓഹരിയും അയാൾക്കെടുക്കാലോ. സ്വപ്നയോട് പറയും കേസ് കൊടുക്കാൻ. ആ കുട്ടി ഒരിക്കലും അതിന് മുതിരില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നുകൊണ്ടാണ് സധൈര്യം പറഞ്ഞത്. അവരുടെ പ്രതികരണം അറിയാൻ കാത്തുനിന്നില്ല. വേഗം തിരിഞ്ഞു നടന്നു. എന്തായാലും അന്നത്തോടെ വേലിക്കരികളുടെ സംഭാഷണത്തിന് ഒരു അറുതി വന്നു. പക്ഷെ മറ്റൊരു രീതിയിലായിരുന്നു പ്രത്യാഘാതം. സ്വപ്നയോടുള്ള അവരുടെ സമീപനം കുറച്ചുകൂടി കർക്കശമാവുകയായിരുന്നു. ശ്രദ്ധ എപ്പോഴും അങ്ങോട്ടായിരുന്നതുകൊണ്ട് എല്ലാറ്റിനും മൂകസാക്ഷിയാകേണ്ടി വന്നു. രാവിലെ സ്വപ്ന നന്നേ ജോലി തിരക്കിലാണെന്നറിയാം. വെള്ളം കോരലും വിറക് പെറുക്കിക്കൊണ്ടുപോലും പാത്രങ്ങൾ കഴുകലും ഇലമുറിക്കലും തനിക്ക് അടുക്കളയിൽ നിൽക്കുമ്പോഴും മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ കാണാൻ കഴിയും. ധൃതി പിടിച്ചാണ് ഓരോ ചലനങ്ങളും. ഒരു ദിവസം കുളിക്കാനുള്ള വെള്ളം കോരിയെടുക്കുകയായിരുന്നു താൻ. അടുക്കള പണിയൊക്കെ ഒതുക്കിയിട്ടുണ്ടാവും. കുറേ പാത്രങ്ങളുമായിട്ട് സ്വപ്ന പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു. ഇടയായിട്ട് തൻ്റെ കൺവട്ടത്തിരുന്ന് പാത്രം തേക്കാറില്ല. വീട്ടിനപ്പുറത്തുള്ള വാഴച്ചോട്ടിലാണ് അതിനുള്ള സ്ഥാനമെന്ന് തോന്നുന്നു. ബക്കറ്റ് നിറയ്ക്കുന്നതിനിടയിൽ 2-3 അലുമിനിയം പാത്രങ്ങളുമായിട്ട് ആ അമ്മ തിണ്ണയിലേക്ക് വന്നു. ഇതാർക്കാ ബാക്കിയിട്ടിരിക്കുന്നത്? നിൻ്റെ വേലക്കാരെങ്കിലും ഇവിടെ ഉണ്ടോ? പറച്ചിലിനിടയിൽ പാത്രങ്ങൾ മുറ്റത്തേക്ക് എറിയുകയായിരുന്നു ആ സ്ത്രീ. കിണറ്റിലേക്ക് ഇറക്കിയ തൊട്ടി വലിച്ചെടുക്കാൻ അവർ തരിച്ചു നിന്നുപോയി. സ്വപ്ന നിശബ്ദം എഴുന്നേറ്റ് വന്ന് മുറ്റത്ത് ചിതറിക്കിടന്ന പാത്രങ്ങൾ പെറുക്കിയെടുത്ത് പോകുന്നത് നിശ്ചലം നോക്കിയിരുന്നു. വേലിക്കരിയിലേക്ക് നടന്നു ചെല്ലാനും ആ സ്ത്രീയോട് 2 വാക്ക് സംസാരിക്കാനൊക്കെ മനസ്സാഗ്രഹിച്ചു. പക്ഷേ വരും വരായികളെക്കുറിച്ച് ഓർത്തപ്പോൾ പൊട്ടി വന്ന രോഷം കടിച്ചമർത്തി. പിന്നീട് സ്വപ്ന നഴ്സറിയിലേക്ക് പോകുന്നത് കാണുന്നത് വരെ മനസ്സ് നിലയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുവരെ ഉമ്മറത്തെ അരബിത്തിയിൽ ചടഞ്ഞിരുന്നു. ശിരസ്സു താഴ്ത്തിപ്പിടിച്ച് മറ്റൊന്നും ശ്രദ്ധിക്കാതെയുള്ള നടത്തം നോക്കിയിരിക്കുമ്പോൾ ഉള്ളിലൊരു നീറ്റലുണ്ടായിരുന്നു.
ശക്തിയേറി വരുന്ന വെയിലിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു കിട പോലും സ്വപ്നയ്ക്കുണ്ടായിരുന്നില്ല. ചോറുപൊതി ഒരു നോട്ട്ബുക്കിനോട് ചേർത്ത് പിടിച്ച് എന്നും വേഗത്തിലാണ് പോക്ക്. ഫയൽ നോക്കുമ്പോഴും നോട്ട് എഴുതുമ്പോഴും അന്വേഷണങ്ങളുമായി വരുന്നവരോട് സംസാരിക്കുമ്പോഴൊക്കെ രാവിലെ കണ്ട രംഗമായിരുന്നു മനസ്സിൽ. ഇന്ന് ജയേഷന് എന്തു പറ്റി? ആകെ മൂഡൗട്ടാണല്ലോ. വസുന്ധര ചോദിക്കാതിരുന്നില്ല. വീട്ടിൽ നിന്ന് വന്നിട്ട് 4-5 ദിവസമായില്ലേ? ഹോം സിക്നെസ് തുടങ്ങിയിട്ടുണ്ടാവും. രാമകൃഷ്ണൻ്റെ വക വെറുതെ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ തൻ്റെ ചിരി വരണ്ടു പോയിരിക്കുന്നെന്ന് അറിഞ്ഞു. വിശപ്പറിയാതെയാണ് അന്ന് ഊണ് കഴിച്ചത്. അടുക്കളയൊക്കെ ഒതുക്കി സീറ്റിൽ വന്നിരിക്കുമ്പോൾ ആരും ജോലി തുടങ്ങിയിരുന്നില്ല. വസുന്ധര മേശമേൽ തലചായ്ച്ചുറങ്ങുന്നു. ജയേഷൻ ഏതോ ആഴ്ചപ്പതിപ്പ് മറച്ചു നോക്കുകയാണ്. ഹംസ ഉമ്മറത്തെ അരപ്പത്തിയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഓഫീസർ അന്ന് വന്നിരുന്നില്ല. 2 മണിയാകാൻ പിന്നെയും സമയമുണ്ട്. സീറ്റിൽ വെറുതെ ഇരിക്കുമ്പോൾ ഗേറ്റിനരികിൽ കാറിൻ്റെ ഇരമ്പൽ കെട്ട് തിരിഞ്ഞു നോക്കി. ജയേഷൻ്റെ അച്ഛൻ. വസുന്ധര പറയുന്നതിനിടയിൽ ചാടി എഴുന്നേറ്റു. ഡോറ് തുറന്ന് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പരിഭ്രാന്തിയോടെ മുറ്റത്തേക്ക് ചെന്നു. ധൃതിക്കിടയിൽ കാറിലിരുന്നവരെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഹംസയും തന്നോടൊപ്പം ചാടി ഇറങ്ങി വന്നിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ അടുത്തൊരിടം വരെ വന്നതാ. പോകുന്ന വഴി ഇവനെയും കൂടി കൂട്ടിക്കൊണ്ടു പോകാമെന്ന് കരുതി, അച്ഛൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു. ഉള്ളിൽ ആശ്വാസത്തിൻ്റെ തെളിച്ചുകൊണ്ടത് അപ്പോഴാണ്. വസുന്ധരയും രാമകൃഷ്ണൻ സാറും ഒക്കെ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. ഇതിനകം കാറിനുള്ളിൽ ആരാണെന്ന് ശ്രദ്ധിച്ചത് അപ്പോഴാണ്. മംഗലത്തെ അമ്മ. ഉള്ളു പടയ്ക്കുന്ന അറിഞ്ഞു. വേഗം അച്ഛന് നേരെ തിരിഞ്ഞു. നീ വേഗം പുറപ്പെട്ടോളൂ. അച്ഛൻ പെട്ടെന്ന് വിഷയം മാറ്റി. എന്നാൽ താമസിക്കേണ്ട ജയകൃഷ്ണ, പോയിക്കോളൂ. രാമകൃഷ്ണൻ സാറ് അനുവാദം തന്നു. തൽക്കാലം നാളത്തേക്കുള്ള ലീവിന് ഒരൊപ്പിട്ട് വയ്ക്കാം. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ സാറ് നിർദ്ദേശം തരാൻ മറന്നില്ല. വേഗം ഒരു ഷീറ്റ് പേപ്പർ എടുത്തു. ഒപ്പ് മാത്രം ഇട്ട് നൽകി. ലീവ് അവരാരെങ്കിലും എഴുതി വെക്കും. ബാഗ് എടുക്കാൻ ചെല്ലുന്നതിനിടയിൽ ഒപ്പം വന്ന അച്ഛൻ ഒച്ച താഴ്ത്തി പറഞ്ഞു, ആരും അറിയണ്ട ആരാ കാറിലിരിക്കുന്നതെന്ന്. ബന്ധത്തിലുള്ള ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ മതി. പെട്ടെന്ന് ഇതെന്ത് പറ്റി? അടക്കി പിടിച്ചിരുന്ന ചോദ്യം പുറത്തിയാടി. അവരെങ്ങനെയോ വിവരം അറിഞ്ഞിരിക്കുന്നു. ആര് പറഞ്ഞു കൊടുത്തതെന്ന് അറിയില്ല. അന്നു മുതൽ തുടങ്ങിയ കരച്ചിലും നിലവിളിയാ. ബാലേന്ദ്രൻ സാറ്? ഇല്ല, ഇന്ന് തിരുവനന്തപുരത്തൊരു കല്യാണത്തിന് 2 പേരും കൂടി പോയിരിക്കുന്നു. ആ തക്കം നോക്കി ഇറങ്ങിയതാ അവർ. രമ്യമോളെ കൂടി കണ്ടിട്ടേ വരും. അതിനകം മടങ്ങിയെത്തണം. നഴ്സറി പോയി കാണാനാണോ? അവിടെ ഉണ്ടാവും ആ കുഞ്ഞ്. ഉവ്, ഉച്ചയ്ക്ക് ഉണ്ണാൻ വരാറില്ലേ? അതെന്തായാലും കാര്യമായി. അരുണിൻ്റെ അമ്മയുമായി കണ്ടുമുട്ടേണ്ടി വരുമോ എന്ന സംശയമായിരുന്നു ഇതുവരെ. നീ വേഗം വാ. ആരാണെന്നൊക്കെ ആൾക്കാർ അറിയുന്നതിന് മുമ്പ് സ്ഥലം വിടണം. ഹാളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനിടയിൽ വസുന്ധര ചോദിച്ചു, കാറിലാരാ? ജയേഷൻ്റെ അമ്മയാണോ? അല്ല, ബന്ധത്തിലുള്ളവരാ. അവരുടെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. അച്ഛനാണ് മറുപടി പറഞ്ഞത്. പിന്നീട് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. യാത്ര ചോദിച്ച് ഇറങ്ങിച്ചെന്നു. മംഗലത്തെ അമ്മ ആകെ പരവശയാണെന്ന് തോന്നി. തന്നെ കണ്ടപ്പോഴേ ആ കണ്ണുകളിൽ നീർപ്പൊടിഞ്ഞു. എന്നാലും ജയാ, നീ എന്നോട് മറച്ചു വെച്ചല്ലോ. വിതുമ്പുന്നുണ്ടായിരുന്നു അവർ. ഒരക്ഷരം ശബ്ദിക്കാനാവാതെ പിൻസീറ്റിൽ അമ്മയോടൊപ്പം കയറിയിരുന്നു. എല്ലാവരും കൂടി അമ്മയ്ക്ക് വാക്കുകൾ മുഴമിപ്പിക്കാനായില്ല. നേരിയതിൻ്റെ തുമ്പുകൊണ്ട് കണ്ണുകളൊപ്പുന്നത് കണ്ടു. പറയരുതെന്ന് സ്വപ്നം വിലക്കിയിട്ടുണ്ട്. നാവനക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അമ്മ എന്തോ പറയാൻ തുടങ്ങിയതാണ്. കവലയിലെത്തിയിരുന്നതുകൊണ്ട് എങ്ങോട്ടേക്കാണ് തിരിയേണ്ടതെന്ന് ഡ്രൈവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാർ നഴ്സറിയുടെ ഗേറ്റിൻ്റെ മുന്നിലെത്തി. പുറത്തിറങ്ങി അടഞ്ഞു കിടന്നിരുന്ന ഗേറ്റ് വലിച്ചു തുറന്നു. അമ്മ പതുക്കെയാണ് ഇറങ്ങി വന്നത്. ഒന്ന് പിടിച്ചോ മോനെ, അച്ഛൻ നിർദ്ദേശിച്ചു. താങ്ങി പിടിച്ചാണ് അമ്മയെ മുന്നോട്ട് നടത്തിയത്. നേരെ കാണുന്ന കെട്ടിടത്തിൻ്റെ മുന്നിലെത്താൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ സ്വപ്നയുടെ മുഖം വാതിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ആദ്യം പകച്ചു നിന്നുപോയി സ്വപ്ന. പിന്നീട് ഒരു കാറ്റെന്നോണം സ്വപ്ന എല്ലാം മറന്ന് ഓടി വന്ന അമ്മയെ കെട്ടിപ്പിടിച്ചു. ഒരു കൂട്ടക്കരച്ചിലായിരുന്നു പിന്നീട്. അമ്മയും മോളും ഏങ്ങലടിച്ച് കരയുകയാണ്. തൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണെന്ന് അച്ഛൻ കണ്ണുനീർ തുടയ്ക്കുന്നത് കണ്ടപ്പോഴാണ് ഓർത്തത്. പുറംകൈ കൊണ്ട് മുഖം തുറക്കുന്നതിനിടയിൽ തലമുടിയാകെ പഞ്ഞി പോലെ നരച്ച ഒരു സ്ത്രീ മറ്റേ ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. എന്തായത്? കൊച്ചു കുട്ടികളെക്കാൾ കഷ്ടമാണല്ലോ ഇത്. ശാസനയുടെ ഇണമുണ്ടായിരുന്നു അവരുടെ സ്വരത്തിൽ. ടീച്ചറെ, എൻ്റെ അമ്മയാണിത്. സ്വപ്ന ഏങ്ങലടിക്കുകയാണിപ്പോഴും. അറിയാം കുട്ടി, വാ, അമ്മയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നോളൂ. ഇവിടെ ഇങ്ങനെ നിർത്തിയാലോ? ആ സ്ത്രീ പറഞ്ഞു. സ്വപ്ന കരച്ചിൽ ഒതുക്കി നിർത്തി അമ്മയെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് നടക്കുന്നത് ഒരു സ്വപ്നത്തിലെന്നോണം കണ്ടു. അധ്യായം 43. കടന്നൽ കൂടെ ഇളകിയതുപോലെയാണ് ആരവം ചുറ്റിനും.
നിയന്ത്രിക്കാൻ ആരുമില്ലാതായപ്പോൾ സ്വപ്ന നിന്നിരുന്ന ക്ലാസ്സിലെ കുട്ടികൾ ഓരോരുത്തരായി പുറത്തേക്ക് വന്നിരുന്നു. സ്വപ്നയും മറ്റേ ടീച്ചറും മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ എന്ന് തോന്നി. ആ സ്ത്രീ ഓടി നടന്ന് 2 ക്ലാസ്സുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. ബഹളം ഒന്ന് അടങ്ങിക്കിട്ടി. വെയിലിന് ചൂടുണ്ട്. കത്തിയൊരുകിയാണ് മുറ്റം. വരാന്തയിൽ അഭയം തരുമ്പോൾ അച്ഛൻ അരികിലേക്ക് വന്നു. സ്വപ്ന കുഞ്ഞ് ഇപ്പോഴും നിലവിളിക്കുകയാണ്, അമ്മയുടെ മടിയിൽ മുഖം ഒളിപ്പിച്ചിട്ട്. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. സ്വപ്നയും അമ്മയും കയറിപ്പോയ ആ മുറിയിലേക്ക് കണ്ണുകൾ വീണു. ഓഫീസ് റൂം അതാവാനാണ് വഴി. നീണ്ട ഒരു നെടുമ്പുര മാത്രമാണ് ആകെയുള്ളത്. അതും 3 ക്ലാസ് റൂമുമായി തിരിച്ചിരിക്കുന്നു. മധ്യത്തിൽ നിറച്ച് കളിക്കോപ്പുകൾ മാത്രമാണെന്ന് തോന്നി. കരഞ്ഞ് അവരെന്തെങ്കിലും വരുത്തി വെക്കുമെന്ന ഇപ്പോൾ എൻ്റെ പേടി. സുഖമില്ലാത്തവരല്ലേ, ഞാൻ പിന്നെ ബാലൻ കുഞ്ഞിനോട് സമാധാനം പറയേണ്ടി വരും, അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നു. സാറിൻ്റെ തീരുമാനത്തിന് ഇതുവരെ ഒരു അയവും വന്നിട്ടില്ലേ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല, ആ കാര്യം പറഞ്ഞ് അമ്മയും മോനും വഴക്ക് നടന്നിരിക്കുക. അമ്മയ്ക്ക് മോളെ മതിയെങ്കിൽ ബാലൻ കുഞ്ഞ് മരിച്ചെന്ന് കരുതണമെന്ന്. ആകെ പുകില ഇപ്പോൾ അവിടെ. ആരുടെ വശം നിൽക്കും നമ്മൾ? അച്ഛൻ്റെ വാക്കുകൾക്ക് മുന്നിൽ മൗനം പൂണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചത് ടൗൺ വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ശേഖരൻ്റെ ടാക്സിയിൽ വന്നു. അത് പറഞ്ഞയച്ചിട്ട് അവിടുന്ന് വേറൊന്ന് പിടിച്ചു. ബാലൻ്റെ ചെവിയിലെത്തരുതല്ലോ. തനിക്കും അച്ഛനും എല്ലാറ്റിനും മൂകസാക്ഷിയാകേണ്ടി വരുന്നു. ഇനി ഇവരെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകുന്നവരെ മനസ്സമാധാനമില്ല. അച്ഛൻ്റെ വേവലാതി അതായിരുന്നു. നിമിഷങ്ങളേറെ കഴിയുന്നതിന് മുമ്പ് വീണ്ടും അച്ഛൻ അവർ ഇരുന്നിരുന്ന മുറിക്കകത്തേക്ക് ചെന്നു. പിന്നെ സമയമെടുത്ത് സ്വപ്നയും അമ്മയും പുറത്തേക്ക് ഇറങ്ങി വരാൻ. പതിയെ അരികിലേക്ക് നടന്ന് ചെല്ലുന്നതിനിടയിൽ അമ്മയുടെ ഗദ്ഗതം പുരണ്ട വാക്കുകൾ ചെവിയിൽ വീണു. വരാൻ മോളെ ഇനിയും. സ്വപ്ന അമ്മയുടെ കൈപിടിച്ച് വിതുമ്പുകയാണ്. എൻ്റെ മോള് ഈ അമ്മയെ ഓർത്തെങ്കിലും ഇനി മനസ്സ് വിഷമിപ്പിക്കരുത്. സമ്മതഭാവത്തിൽ തലയാട്ടുകയായിരുന്നു സ്വപ്ന. നാവനയ്ക്കാ വീണ്ടും കരച്ചിൽ പൊട്ടുമെന്ന് ഭയന്നിട്ടാവും. വേലപ്പനായരെ, അമ്മ എന്തോ ഓർത്ത മട്ടിൽ വിളിക്കുന്ന കേട്ടു. അച്ഛൻ വേഗം പോക്കറ്റിൽ നിന്നൊരു പൊതിയെടുത്ത് അമ്മയുടെ നേരെ നീട്ടി. രൂപയാവുമെന്ന് മനസ്സ് പറഞ്ഞു. അമ്മയിൽ നിന്നും അത് വാങ്ങാൻ സ്വപ്ന ആദ്യമൊന്നും കൂട്ടാക്കിയില്ല. വേണ്ടമ്മേ, എനിക്കെന്തിനാ രൂപ? ചെലവിനുള്ളത് ടീച്ചർ തരും. ഇരിക്കട്ടെ മോളെ, എന്തെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കും. സ്വപ്ന മടിയോടെ അത് വാങ്ങി. പിന്നീടുണ്ടായത് ഒരു സ്വപ്നത്തിലെന്നോണം കണ്ടു. സ്വന്തം കഴുത്തിൽ കിടന്നിരുന്ന ചെയിനൂരി അമ്മ സ്വപ്നയുടെ കഴുത്തിലിട്ടു. തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല സ്വപ്ന അത്. സ്തംഭിച്ചു നിൽക്കുന്നതുകൊണ്ടു നിമിഷങ്ങൾ കഴിഞ്ഞാണ് ഹൃദയം തകർന്ന മട്ടിലുള്ള ആ വിളിയുണ്ടായിരുന്നത്. അമ്മേ, എൻ്റെ മോളുടെ കഴുത്ത് ഒരിക്കലും ഒഴിഞ്ഞു കിടക്കരുത്. അമ്മയ്ക്ക് സഹിക്കാനാവുന്നില്ല മോളെ. അമ്മയുടെ മാലയല്ലേ ഇത്? എനിക്ക് വേണ്ട. സാരല്ല, വീട്ടിൽ വേറെ ചെയിനിരിപ്പുണ്ടല്ലോ, ഇത് മോളെടുത്തോ. മുഖം പൊത്തി കരയുകയായിരുന്നു സ്വപ്ന. ആ നിലയിൽ സ്വപ്നയെ വിട്ടിട്ട് വരാൻ അമ്മ മടിച്ചു. അച്ഛനും തനിക്കും ഇരുവരെയും ആശ്വസിപ്പിക്കാൻ കുറേ ശ്രമപ്പെടേണ്ടി വന്നു. ഒടുവിൽ അമ്മ മനസ്സോട് മകളോട് യാത്ര പറഞ്ഞ് സ്വപ്ന മുഖം തുടച്ച് കാറിനടുത്ത് വരെ വന്നു. വിട പറയുന്നതിനിടയിൽ ആ വലിയ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് നിശ്ചലം നോക്കിയിരുന്നു. വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കഴിഞ്ഞതെല്ലാം വെറുമൊരു സ്വപ്നമായിരുന്നു എന്ന് സ്വപ്നയ്ക്ക് തോന്നി. അമ്മ വന്നതും പോയതൊക്കെ ഓർക്കപ്പുറത്തായിരുന്നു എല്ലാം. സദാ കനലെരിഞ്ഞുകൊണ്ടിരുന്ന മനസ്സിൽ ഒരു കുടന്ന വെള്ളം ആരോ തളിച്ച പ്രതീതി. ഈ ലോകത്ത് തനിക്ക് ആരുമില്ലെന്ന് തോന്നൽ ഇപ്പോഴില്ല. ആശ്വാസത്തിൻ്റെ പച്ചപ്പ് കണ്ടുപിടിച്ചിരിക്കുകയാണ് മനസ്സ്. നവ്യമായ ഒരു ഉന്മേഷം സിരകളിൽ പടർന്നിരിക്കുന്നു. ഏത് പ്രതിസന്ധിയെയും നേരിടാമെന്ന ഒരു ഊറ്റം കൈവന്നിട്ടുണ്ട് ഇപ്പോൾ. കഴുത്തിൽ കിടന്നിരുന്ന മാല ഒരു പ്രശ്നമായേക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്നു ഉള്ളിൽ. അരുണയുടെ കല്യാണത്തിനിടയിൽ ഒരു ഇമിറ്റേഷൻ ചെയിൻ തനിക്കായി വാങ്ങിത്തന്നിരുന്നു. ഒരു മാസം എത്തുന്നതിന് മുമ്പ് അതിൻ്റെ നിറം കിട്ടും. ആരും പറയാതെ തന്നെ അത് ഊരിക്കളയുകയായിരുന്നു. ഒഴിഞ്ഞ കഴുത്തുമായി നടക്കുന്നതിൽ ആദ്യമൊക്കെ വല്ലാത്തൊരു വൈമുഖ്യം തോന്നിയിരുന്നു. ജീവിതത്തിൽ ആദ്യമാണ് അങ്ങനെയൊന്നും ഉണ്ടാകുന്നത്. കയ്യിൽ അവശേഷിച്ചിരുന്ന വളകൾ കൊടുത്ത് പുതിയ മാല വാങ്ങിയാലോ എന്ന ചിന്ത ഉള്ളിൽ ഉണരാതിരുന്നില്ല. ഓരോ തവണ അരുൺ വരുമ്പോഴും അടുത്ത പ്രാവശ്യമാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് അത് നടക്കാതെ പോയി. വേണ്ട, ഒന്നും ഓർക്കാതിരിക്കുകയാണ് നല്ലത്. സ്മരണകൾ തന്നെ കൊണ്ടെത്തിക്കുന്നത് നിലക്കാത്ത കണ്ണീരിലേക്കാണ്. രശ്മി തന്നെ ഉപദേശിച്ചത് ഓർത്തു പോകുന്നു. ഈ വീട്ടിൽ മറ്റാരും നിനക്ക് തുണയില്ലെങ്കിലും ഏട്ടൻ്റെ ആത്മാവ് എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും സ്വപ്ന. ഞാൻ അതറിയുന്നുണ്ട് അരുൺ. ഉറക്കത്തിലും ഉണർവിലും ഒക്കെ ആ സ്നേഹത്തിൻ്റെ ആഴം എത്രമാത്രം ഉണ്ടാകുമെന്ന് മറ്റാർക്കും അറിയില്ലല്ലോ. മനസ്സുരുവിടുന്നു. കുട്ടി സ്കൂളിൽ നിന്നാ? ആരുടെയോ സ്വരമാണ് ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. ഉവ്, പണിക്കത്തിയാണ്. മീനും പച്ചക്കറിയൊക്കെ അമ്മ അവരെ കൊണ്ടാണ് വാങ്ങിപ്പിക്കാറ്. സാറിൻ്റെ ഭാര്യയെ മോളവിടേക്ക് പോയിരിക്കുക. അമ്മയെ അവരെ അങ്ങനെയാണ് സംബോധന ചെയ്യാറ്. എപ്പോൾ പോയി? കുറച്ച് മുമ്പേ.
അവർ കടന്നു പോയിട്ടും കാലുകൾ തറച്ചു നിന്നു. രാവിലെ അമ്മ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. താക്കോല് പതിവ് പോലെ സുമതി ചേച്ചിയുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അരുണ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ഇതൊരു പതിവാക്കിയിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് മോളെ കാണാൻ പോവുക. മിക്കവാറും പറമ്പിൽ വിളയുന്ന പഴക്കൊലയുടെ ഭാഗമാവും. അനിലേങ്ങാനും 2 പഴം അധികം ചോദിച്ചാൽ ഉടൻ മറുപടി കേൾക്കാം. നിന്റെ മൂത്തതൊന്ന് വ്യാക്കോടെ അവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മ വേണം. വില കൊടുത്ത് വല്ലതും വാങ്ങിച്ചു കൊണ്ടുപോയാൽ പണം ഇവിടെ അട്ടിവെച്ചിട്ടൊന്നുമില്ല. ഇവിടെ കൊണ്ടു കൊടുക്ക്. ഇവിടെയുള്ളവർക്ക് പിണ്ടി തിന്നാനാണ് യോഗം. ദേഷ്യം മൂത്ത് ഇന്നലെ അവൾ പറഞ്ഞതിന് നല്ല ഒരടി കിട്ടിയത് കണ്ടില്ലെന്ന് നടിച്ചു. ഒന്നും അറിയുന്നില്ലെന്ന് ഭാവിക്കുകയാണ് നല്ലത്. ഈ ജന്മം അവസാനിക്കുന്നവരെ കയറി കിടക്കാൻ തനിക്കൊരിടം വേണം. താക്കോല് വാങ്ങാനായി ചെല്ലുമ്പോൾ സുമതി ചേച്ചി പറഞ്ഞു, മോളുടെ അവിടേക്ക് പോയിരിക്കുക അരുണിൻ്റെ അമ്മ. ഞാൻ അറിഞ്ഞു. കയറിയിരിക്കും കുട്ടി, ചായ കുടിച്ചിട്ട് പോകാം. അവർ കയ്യിൽ പിടിച്ചു നിർത്തി. താൻ ആ വീട്ടിലേക്ക് ആദ്യമായി ചെന്നതുകൊണ്ടാവാം സൽക്കരിക്കാതെ അവർ വിട്ടില്ല. ഒരു വലിയ പൊതിയൊക്കെ കൊണ്ടുപോകണമെന്ന് കണ്ടല്ലോ. എന്തായിരുന്നു? ചായയും പോളിയും കഴിക്കുന്നിട്ട് ചേച്ചി ചോദിക്കാതിരുന്നില്ല. പഴമാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ സ്വപ്നയെ വിളിക്കാറില്ലേ? സ്നേഹപൂർണ്ണമായ അന്വേഷണം. എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ വിഷമിച്ചു. ഒടുവിൽ ഒരു വരണ്ട ചിരിയിൽ മറുപടി ഒതുക്കി. ചേച്ചി പിന്നീട് കൂടുതലൊന്നും ചോദിച്ചിരുന്നില്ല. വേഗം താക്കോല് വാങ്ങി മടങ്ങി. അച്ഛനുടൻ എത്തുമെന്നറിയാം. വന്നപാട് ചോദിക്കുന്നത് ചായയാണ്. വേഗം സാരി മാറ്റി ചായക്കുള്ള വെള്ളം വെച്ചു. അത് തിളയ്ക്കുന്നതിന് മുമ്പ് അച്ഛനെത്തിയിരുന്നു. അമ്മ പോയ വിവരം അദ്ദേഹത്തിന് അറിയാമെന്ന് തോന്നി. അമ്മയെ അന്വേഷിക്കുകയുണ്ടായില്ല. ചായ കൂട്ടിക്കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മ തന്നെ കാണാൻ നഴ്സറിയിൽ വന്ന വിവരം പറഞ്ഞു. പെട്ടെന്ന് ആ മുഖം വികസിച്ചു. എന്നിട്ടെന്നാ മോള് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാത്തത്? ആരെ അറിയിക്കേണ്ടെന്ന് അമ്മ പറഞ്ഞു. ഏട്ടറിഞ്ഞാൽ പ്രശ്നമാവും. ഓ, ആദ്യത്തെ ഉത്സാഹം ആ സ്വരത്തിലുണ്ടായിരുന്നില്ല. അമ്മ തന്നതിൽ നിന്നും 1500 രൂപ അച്ഛനെ ഏൽപ്പിച്ചു. ഒരു വാച്ചും കൂടെയും ബാഗും വേണമായിരുന്നു. എന്നിട്ടെന്താ നേരത്തെ പറയാതിരുന്നത്? അത്യാവശ്യമുണ്ടെന്ന് തോന്നിയില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ രൂപയുണ്ടല്ലോ. മോൾക്ക് വാച്ചില്ലായിരുന്നോ? ഉവ്, അത് അനിലേക്ക് കൊടുത്തു. എനിക്കിനി പുതിയത് മതിയേ. കുഴയുടെ കാര്യം ഞാനും ഓർത്താണ്. ശമ്പളം കിട്ടട്ടെ എന്ന് കരുതിയിരിക്കുകയാണ്. ഓ, അവിടെ വരെ നടക്കാൻ കുടയൊന്നും ആവശ്യമില്ല. വെറുതെ ഒന്നിരിക്കട്ടെ എന്ന് കരുതിയ. മഴക്കാലം അടുത്ത് വരികയല്ലേ. അച്ഛൻ്റെ വിഷമം മാറ്റാനായി പറയേണ്ടി വന്നു. നാളെ ആവട്ടെ, വാങ്ങാം. ഒരു കാര്യം ചെയ്, നാളെ ശനിയാഴ്ചയല്ലേ, മോളും കൂടി വാ. വാച്ച് ഇഷ്ടമാകുന്നത് നോക്കിയെടുക്കാം. ശരിയാണെന്ന് തോന്നി. തനിക്കല്ലാതെയും സാധനങ്ങൾ വാങ്ങാണ്ട്. 2 സാരിയും എന്തായാലും വേണം. തൊട്ടടുത്തൊന്നും ഒരു നല്ല ടെക്സ്റ്റൈൽസ് ഇല്ല താനും. 500 രൂപ ബാക്കിയുണ്ട്. അച്ഛൻ്റെ കൂടെ പോയി അത്യാവശ്യമുള്ളതൊക്കെ വാങ്ങാം. കൈച്ചെലവിന് ശമ്പളം കിട്ടുമല്ലോ. അമ്മയോട് അച്ഛൻ തന്നെ പറയട്ടെ എന്ന് കരുതി. തന്നോട് അവർക്ക് മിണ്ടാട്ടം കുറവാണല്ലോ. വിളക്ക് വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അമ്മ പടികേറി വന്നു. അവരുടെ നോട്ടം ആദ്യം വീണത് തൻ്റെ കഴുത്തിലേക്കാണെന്ന് അറിഞ്ഞു. കാണാനുണ്ടായിരുന്നു അമ്മയുടെ ചെയിന്. 6-7 പവനോളം തൂക്കം വരുന്ന മാലയായിരുന്നത്. ചോദ്യം ഉണ്ടാവുമെന്ന് അനുനിമിഷം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒന്നും മിണ്ടിയില്ല. അച്ഛൻ എപ്പോഴെങ്കിലും വിവരം പറഞ്ഞിട്ടുണ്ടാവും. പിറ്റേന്ന് രാവിലെ അച്ഛൻ അടുക്കളവാതിക്കൽ വന്നു പറഞ്ഞു, നീ ഒരുങ്ങിക്കോ മോളെ, വെയിലുറയ്ക്കുന്നതിന് മുമ്പ് പോയിട്ട് വരാം. വൈകുന്നേരം ബസ്സിലൊക്കെ വല്ലാത്ത തിരക്കാവും. അമ്മയുടെ മുമ്പിൽ വെച്ചായിരുന്നു നിർദ്ദേശം. ആ മുഖം അപ്പോഴും വീർത്ത് കിട്ടിയിരുന്നു. വേഗം ജോലിയൊക്കെ ഒതുക്കി കുളിച്ചൊരുങ്ങി യാത്ര ചോദിക്കാൻ ചെന്നു. എന്തിനിപ്പോൾ ചോദിക്കാൻ വന്നു? ഞാൻ ആരാ നിൻ്റെ? മനസ്സ് നിന്ന നിമിഷങ്ങൾ. നിന്നെടുത്ത് തന്നെ തറഞ്ഞു നിന്നുപോയി. നീ എന്താ അവിടെ നിന്ന് കളഞ്ഞത്? ഇറങ്ങി വാ. കുടയെടുത്ത് അച്ഛൻ പടിയിറങ്ങുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു. പിന്നാലെ ചെല്ലാതിരിക്കാൻ കഴിഞ്ഞില്ല. ഉള്ളിലുണർന്നിരുന്ന നേരിയ ആഹ്ലാദത്തിൻ്റെ ഇതൾ കൊഴിഞ്ഞു വീണിരിക്കുന്നു. യാന്ത്രികമായാണ് കാലുകൾ ചലിച്ചത്. ബസ്സിലിരിക്കുമ്പോഴും അമ്മയുടെ പ്രതികരണത്തെക്കുറിച്ചായിരുന്നു ഓർമ്മ. ഏതോ സ്റ്റോപ്പിൽ നിന്നും ചുരിദാറിട്ട ഒരു പെൺകുട്ടി കയറി. ആ വേഷം കണ്ടപ്പോൾ പെട്ടെന്ന് അനിലയെ ഓർമ്മ വന്നു. അവൾക്കിതുപോലെ ഒന്ന് എടുക്കണം. കുറേ നാളായിട്ട് അവൾ അമ്മയെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട്. ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴൊക്കെ അവർ ശകാരിക്കുകയാണ് പതിവ്. ഇവിടെ വീട്ടുചെലവിന് മനുഷ്യൻ കിടന്ന് ബുദ്ധിമുട്ടുന്നു. അപ്പോഴവൾക്ക് ചുരിദാറും. ഏതായാലും അവൾക്കിതുപോലെ ഒന്ന് എടുക്കണം. എത്ര വിലയായാലും വേണ്ടില്ല. ബാക്കിയുള്ളത് കൊണ്ട് മതി തനിക്ക്. മനസ്സിലുറച്ചു. അരുണിൻ്റെ വാക്കുകളാണ് കാതിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബ്ലൗസിൻ്റെ തുണി പോലും എൻ്റെ പെങ്ങന്മാർക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. സർക്കാർ ജോലി ഉറപ്പായപ്പോൾ ഒരുപാട് കണക്കൂട്ടലുകൾ അരുൺ നടത്തിയിരുന്നു. എന്നിട്ട് വേണ്ട, ഒന്നും ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. മറ്റാരും കാണാതെ മുഖം തുടയ്ക്കുന്ന മട്ടിൽ സാരി തലപ്പുകൾ കൊണ്ട് കണ്ണീരൊപ്പി. അധ്യായം 44. തിങ്കളാഴ്ച പുതിയ സാരിയും ചെരുപ്പും കുടയും ബാഗും ഒക്കെ ആയിട്ടാണ് നഴ്സറിയിലേക്ക് ചെന്നത്. ടീച്ചറമ്മ അന്ന് വന്നിരുന്നില്ല. പകരം തന്നെ കാത്തിരുന്ന് അവരുടെ കത്താണ്. സ്വപ്നയ്ക്ക്, എനിക്ക് നല്ലൊരു പനിയുണ്ട്. വരാൻ തീരെ പറ്റാഞ്ഞിട്ടാണ് കത്ത് കൊടുത്തയക്കുന്നത്.
ഇന്നത്തെ എൻ്റെ ക്ലാസ് കൂടി സ്വപ്നം നോക്കണം. ബുദ്ധിമുട്ടാവുമെന്നറിയാം. നിവൃത്തിയില്ലായിട്ടാണ് ടീച്ചറമ്മ. ക്ലാസ് നോക്കുന്നതിനായിരുന്നില്ല തനിക്ക് ബുദ്ധിമുട്ട്. ടീച്ചർക്ക് പനിയാണെന്ന് കേട്ടതിലായിരുന്നു. ഒന്ന് പോയി അന്വേഷിക്കണമെന്നുണ്ട്. പക്ഷേ ഉച്ചയ്ക്കുള്ള ഇടവേളയിൽ പോലും പോകാൻ പറ്റില്ലല്ലോ. മിക്കവാറും എല്ലാ കുട്ടികളും ചോറ് കൊണ്ടുവരാറുണ്ട്. അതാണ് പതിവ്. അപൂർവം ചിലരുടെ രക്ഷകർത്താക്കൾ മാത്രം ഊണ് കൊണ്ടുവന്ന് വാരിക്കൊടുത്തിട്ട് പോകും. ഉച്ചയ്ക്ക് കുട്ടികൾ പുറത്തുനിന്ന് കളിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധ എപ്പോഴും മുറ്റത്താവുകയും വേണം. എപ്പോഴാണ് എന്താ ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല. റോഡിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഗേറ്റ് എപ്പോഴും അടച്ചിടാറാണ് പതിവ്. വൈകുന്നേരം ടീച്ചറിനെ പോയി കാണാമെന്ന് കരുതി. ആയും ഒപ്പം വരും. പോകുന്ന വഴി അച്ഛൻ്റെ സ്കൂളിൽ കയറി വിവരവും പറയാം. ഉച്ചയായപ്പോൾ തന്നെ നന്നായി ക്ഷീണിച്ചിരുന്നു. 2 ക്ലാസ്സും മാറി മാറിയാണ് നോക്കുന്നത്. ഒരിടത്ത് നിൽക്കുമ്പോൾ മറ്റേതിൽ ആയെ നിർത്തി. കുട്ടികളെ അടക്കിയിരുത്തുകയാണ് ഏറ്റവും വലിയ പാട്. വൈകുന്നേരം ഉദ്ദേശിച്ച സമയത്ത് ഇറങ്ങാൻ പറ്റിയില്ല. ഒടുവിലത്തെ കുട്ടിയെയും രക്ഷകർത്താവ് വന്ന് വിളിച്ചു കൊണ്ടുപോകുന്നവരെ കാത്തു നിൽക്കേണ്ടി വന്നു. ടീച്ചറാണ് സാധാരണ അങ്ങനെ ഇരിക്കാറ്. തനിക്ക് നഴ്സറി വിട്ട ഉടനെ പോകാൻ അനുവാദമുണ്ട്. അന്ന് ഗേറ്റ് പൂട്ടി ടീച്ചറിൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അച്ഛൻ എതിരെ വന്നിരുന്നു. വിവരം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനും വന്നനെ. കുട്ടികൾ വന്ന് കാത്തിരിക്കും. അതാ ഞാൻ വിവരം അറിഞ്ഞിട്ട് വേഗം വരാം അച്ഛാ. പാർവതി കുട്ടുണ്ടാവുമല്ലോ തിരിച്ചു വരാനും. അച്ഛൻ്റെ ചോദ്യം ആയോടായി. ഉവ്, അവരെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. കുറേയേറെ നടക്കാനുണ്ടായിരുന്നു ആ വീട്ടിലേക്ക്. ആയക്കാരായിരുന്നു സ്ഥലം. അച്ഛൻ്റെ സ്കൂളും കഴിഞ്ഞ് ടാറിട്ട നിരത്തിൽ വെട്ടുവഴിയിലൂടെ തിരിഞ്ഞ് പിന്നെയും നടന്നു. ദൂരെ വെച്ച് ആയ വീട് ചൂണ്ടിക്കാട്ടി തന്നു. ഓടിട്ട സാമാന്യം വലിപ്പമുള്ളൊരു വീടായിരുന്നു അത്. ടീച്ചർ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ കിടക്കുകയായിരുന്നെന്ന് തോന്നി. പനി കാരണം ആ മുഖം ചുവന്നിരുന്നു. നന്നായി ക്ഷീണമുണ്ട്. ഹോസ്പിറ്റലിൽ പോയിരുന്നോ? ചെന്ന് കയറി ഉടനെ ചോദിച്ചു. പോയിരുന്നു, ഇന്നലെ വൈകുന്നേരേ. കുരുമുളകും തുളസിയിലേക്കിട്ട് കഷായം വെച്ച് കുടിച്ചു നോക്കിയതാണ്. രക്ഷയില്ല. നിവൃത്തിയില്ലാണ്ട് അപ്പുറത്തെ വീട്ടിലെ പയ്യനെയും കൊണ്ട് പോകേണ്ടി വന്നു. ആകെ പരവശയായിട്ടുണ്ടായിരുന്നു അവർ. എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ഈ ഫ്ലൂ. ഇന്നലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ 4-5 പേരുടെ ദേഹം വേദനയും പനിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ടീച്ചർ തുടർന്നു. കഞ്ഞിയും കാപ്പിയൊക്കെ തനിയാണ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടപ്പോൾ മനസ്സ് വേദനിച്ചു. ആരെങ്കിലും സഹായത്തിന് വിളിക്കാമായിരുന്നില്ലേ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആരെ വിളിക്കാനാണ് കുട്ടി? എല്ലാവരും ഉണ്ട് എനിക്ക്. പക്ഷെ ആരുമില്ലാത്തതുപോലെ ഇപ്പോൾ എൻ്റെ അവസ്ഥ. ആ കണ്ണുകൾ നിറയുന്നറിഞ്ഞു. എന്തു പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കുക എന്നറിയാതെ കുഴങ്ങി. ഓരോരുത്തർക്കും ഓരോ യോഗമുണ്ട്. അത് അനുഭവിക്കുക നിവൃത്തിയുള്ളൂ. തോളിൽ കിടന്ന തോർത്തെടുത്ത് കണ്ണീരൊപ്പുന്നതിനിടയിൽ ടീച്ചർ പറഞ്ഞു, ശരിയാണ്, തനിക്കുണ്ടൊരു യോഗം. അതാണ് താനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിനിഞ്ഞാന്ന് രാത്രി നേരം വെളുപ്പിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഉള്ള ആകെ കിടുങ്ങി വിറക്കിയായിരുന്നു. അതിൻ്റെ കൂടെ ദാഹവും. ഒരു തുള്ളി വെള്ളം അനത്തി തരാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു കള്ളം പോലും ഈ വഴിക്ക് വരില്ല. ഒന്നാമതൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് അവനും അറിയാം. ഒടുവിൽ ഞാൻ തന്നെ വിറച്ച് എഴുന്നേറ്റ് സ്റ്റൗ കത്തിച്ച് ഇത്തിരി കാപ്പിയിട്ട് കുടിച്ചു. സംസാരിക്കുന്നതിനിടയിൽ ആയ അടുക്കളയിലേക്ക് പോയിരുന്നു. സ്വപ്നയ്ക്ക് ആകെ ബുദ്ധിമുട്ടായില്ലേ 2 ക്ലാസ്സുകളും കൂടി നോക്കാൻ? എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അസുഖം തീർത്ത് മാറിയിട്ടേ ടീച്ചർ അങ്ങോട്ടേക്ക് വരാവൂ. അത്രയേ ഉള്ളൂ കുട്ടി, വയ്യ. ഒരു വിധം ആവുമായിരുന്നെങ്കിൽ ഞാനവിടെ വന്നേനെ. പണ്ടൊക്കെ ഒരു കാപ്പിയിട്ട് കുടിച്ചാലും മാറുമായിരുന്നു ഈ പനി. ഇപ്പോൾ വയസ്സും പ്രായമായില്ലേ. ഗുളികയും മരുന്നും കഴിച്ചിട്ടും തീർത്തങ്ങ് വിടുന്നില്ല. ഏതായാലും 3-4 ദിവസം റെസ്റ്റ് എടുക്ക്. പനി നിശേഷം മാറട്ടെ. ആയ കൂട്ടിക്കൊണ്ടുവന്ന ചൂട് കോഫിയും കുടിച്ചാണ് ടീച്ചറിനോട് യാത്ര വെച്ചത്. കഞ്ഞിക്കുള്ള അരി ആയ ഇതിനകം അടുപ്പത്തിട്ടിരുന്നു. ധൃതി പിടിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഉള്ളിൽ ആശങ്ക നിറഞ്ഞു. അമ്മ എങ്ങനെയാവും പ്രതികരിക്കുക? ശകാരം എങ്ങനെ ഉണ്ടാവുമോ? അനിലേക്ക് ഡ്രസ്സ് എടുത്തുകൊണ്ട് ആ മുഖത്ത് കുറച്ചൊരു തെളിച്ചം വീണതാണ്. അതും ഇന്നോടെ ഇല്ലാതാവാൻ ഇത് മതി. കാരി ചെല്ലുമ്പോൾ ഉമ്മറത്തിരുന്ന അച്ഛൻ ടീച്ചറിൻ്റെ അസുഖവിവരം അന്വേഷിച്ചു. അമ്മയെ തിരയുകയായിരുന്നു കണ്ണുകൾ. വേഷം മാറി അടുക്കളയിലേക്ക് ചെന്നു. തിണ്ണയിലിരുന്ന് മീൻ വെട്ടുകയായിരുന്നു അവർ. ആ കാഴ്ച കണ്ടവിടെ മനസ്സ് തളർന്നു. എവിടെയെങ്കിലും ഇത്തിരി നേരം കിടക്കണമെന്ന് വിചാരിച്ചതാണ്. ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. ക്ഷീണം മറന്ന് പതിയെ കറി വയ്ക്കാനുള്ള ശ്രമത്തിലായി. രാത്രി കിടക്കയിലെത്തുമ്പോൾ നടുവേദന തുടങ്ങിയിരുന്നു. പിറ്റേന്ന് 2 ക്ലാസ്സുകൾ നോക്കേണ്ടി വന്നു. ആയെയും കുറേ ബുദ്ധിമുട്ടി. എങ്ങനെയെങ്കിലും അസുഖം മാറി ടീച്ചർ വന്നാൽ മതി എന്നായിരുന്നു. ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ ആയെ UKG ചുമതല ഏൽപ്പിച്ച് തൻ്റെ ക്ലാസ്സിലേക്ക് പോന്നു. തലേന്ന് കുട്ടികളെ കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചിരുന്നില്ല. ചിത്രങ്ങളുള്ള ഒരു ചാർട്ട് ബോർഡിൽ നിവർത്തിയിട്ട് പേര് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വാതിക്കലൊരു കാൽപെരുമാറ്റം കെട്ടി തലതിരിച്ചു. ഒരു കുട്ടിയെ മൊക്കത്തെറ്റി ഒരാൾ. ടീച്ചറമ്മയുടെ ചോദ്യം പെട്ടെന്നായിരുന്നു. ടീച്ചറിൻ്റെ അടുത്ത പരിചയമുള്ള ആരോ ആണെന്ന് തോന്നി. ഇല്ലെങ്കിൽ ആ സംബോധന ഉണ്ടാവില്ല. ടീച്ചർ വന്നിട്ടില്ല. തൻ്റെ മറുപടി കേട്ടിട്ടാവും അയാളൊരു നിമിഷം പരിങ്ങി നിന്നു.
കയ്യിലിരുന്ന പെൺകുട്ടിക്ക് നഴ്സറിയിൽ ചേർക്കാൻ തക്കവണ്ണമുള്ള പ്രായമൊന്നും ആയിട്ടില്ലെന്ന് ഓർത്തു. പിന്നെ എന്തിനാവും വന്നിരിക്കുന്നത്? ആരാ പിന്നെ അഡ്മിഷന്? അടുത്ത ചോദ്യം. ആ സ്വരത്തിൽ വല്ലാത്ത ധൃതിയുണ്ട്. ഈ കുട്ടിയെ ഇവിടെ ചേർക്കാനാണോ? വാതക്കലേക്ക് നടന്നില്ലെന്നുണ്ട് ചോദിച്ചു. ഉവ്, 3 വയസ്സുണ്ടോ കുട്ടിക്ക്? ഒരു നിമിഷം വൈകി ഉത്തരം കിട്ടാൻ. നഴ്സറി ചേർക്കാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട്. അതൊരു തർക്കുത്തരമാണെന്ന് തോന്നി. കാണുന്നത് പോലെയല്ല ആളെന്ന് മനസ്സിലായി. ഒരു മുരടൻ്റെ മട്ടുണ്ട്. കുട്ടി സാഗൂതം ക്ലാസ്സിലേക്ക് നോക്കിയിരിക്കുകയാണ് അയാളുടെ കയ്യിൽ നിന്നും. എന്താണ് പറയേണ്ടതെന്നറിയെ കുഴങ്ങി നിൽക്കുമ്പോൾ അയാളുടെ പോക്കറ്റിൽ നിന്നും പേഴ്സ് വലിച്ചെടുത്തു. എത്രയാണ് അഡ്മിഷൻ ഫീ? പറ്റില്ലെന്ന് പറഞ്ഞ് മടക്കി അയക്കണോ വേണ്ടയോ എന്നായിരുന്നു ചിന്ത. ചോദിച്ചത് കേട്ടില്ലേ? ഔദത്യം നിറഞ്ഞ ആ സ്വരം മനസ്സിനെ ഒട്ടൊന്ന് അമ്പരപ്പിക്കാതിരുന്നില്ല. ഇതിനകം ക്ലാസ്സിലെ കുട്ടികൾ മൊത്തം ചുറ്റിനും വന്നുകൂടി. 50ൻ്റെ ഒരു നീട്ട് നേരെ നീട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ആ മനുഷ്യൻ. എങ്ങനെയെങ്കിലും ഒഴിച്ചു പിടിക്കേണ്ട നല്ലത്. കുട്ടികളുടെ ബഹളം കാരണം അയാളുടെ കയ്യിലിരുന്ന കുട്ടി കരയാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഫോം എടുത്ത് തരാം, പൂരിപ്പിച്ച് തരണം. അതിനൊന്നും സമയമില്ല, നാളെ ആട്ടെ. ഇപ്പോൾ ഈ കുട്ടിയെ ഒന്ന് പിടിക്കി. ഒക്കത്തിരുന്ന കുട്ടിയെ അയാൾ പൊക്കിയെടുത്ത് തൻ്റെ നേരെ നീട്ടിയതും പെട്ടെന്നാണ്. യാന്ത്രികമായാണ് കൈകൾ നീട്ടിയത്. കുട്ടി ബഹളം വെച്ച് അച്ഛനെ വിളിച്ച് കരയാനും തുടങ്ങിയിരുന്നു. അയാളത് ശ്രദ്ധിക്കാതെ കുട്ടിയുടെ കയ്യിൽ തന്നെ രൂപയും പിടിപ്പിച്ച് ഇറങ്ങിപ്പോയി കളഞ്ഞു. സ്തബ്ധയായി നിന്നുപോയിരുന്നു താൻ. ചലനശക്തി പെട്ടെന്ന് തന്നെ കൈവരുകയും ചെയ്തു. കുട്ടി അപ്പോഴും നിലവിളിക്കുകയാണ്. എത്ര ആശ്വസിപ്പിച്ചിട്ടും കരച്ചിലടങ്ങിയില്ല. ക്ലാസ്സിൻ്റെ നിയന്ത്രണമൊക്കെ തെറ്റി. കാക്കക്കുട്ടിൽ കല്ലെറിഞ്ഞതുപോലെ ആകെ ബഹളം. എല്ലാവരും തൻ്റെ ചുറ്റിലുമുണ്ട്. കുട്ടി നിർത്തലില്ലാതെ കരയുകയായിരുന്നു. കളിക്കോപ്പുകൾ കിടന്ന ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കി. ആടുന്ന കുതിരയും താറാവുമൊന്നും കുട്ടിയിൽ ഒരു കൗതുകം ഉണർത്തിയില്ല. അച്ഛനെ വിളിച്ച് കരയുകയായിരുന്നു അപ്പോഴും. ആ മനുഷ്യനെ 100 തവണ മനസ്സുകൊണ്ട് ശപിച്ചു. കൈകൊഴിഞ്ഞപ്പോൾ കുട്ടിയെ മേശപ്പുറത്തിരുത്തി. മറ്റു കുട്ടികൾ ചുറ്റിനും കൂടി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ കയ്യിലിരുന്ന ചിത്രപുസ്തകങ്ങളും പെൻസിലും നിർത്തലില്ലാതെ നിലവിളിക്കുന്ന നവാഗതയുടെ നേരെ നീട്ടുന്നു. അതിലൊരാളുടെ കയ്യിലിരുന്ന മണിച്ചട്ടമുള്ള സ്ലൈറ്റ് കണ്ടപ്പോൾ കരച്ചിലും നാറിയെന്ന് തോന്നി. വേഗം അത് വാങ്ങി മണികൾ ഓരോന്നായി നീക്കി കാണിച്ചു. കുട്ടിക്ക് കൗതുകം തോന്നിയിട്ടുണ്ടാവും. പിടിച്ചു നിർത്തിയതുപോലെ കരച്ചിൽ നിന്നു. സ്ലൈറ്റ് കയ്യിൽ വാങ്ങി മണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം നീക്കാൻ തുടങ്ങി. ഇടയ്ക്ക് തലയുയർത്തി മേശയ്ക്ക് ചുറ്റും നിന്നിരുന്ന കുട്ടികളുടെ മുഖത്തേക്ക് നോക്കാതിരുന്നില്ല. ആ കുട്ടിയെ ആകമാനം നോക്കിക്കാണാൻ ഇടകിട്ടിയത് അപ്പോഴാണ്. ഓമനത്തുള്ള മുഖം, ചുരുണ്ട മുടി, കണ്ണുകളുടെ മുകളിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. കഴുത്തിനും കൈകളിലും കാലിലും വരെ ആഭരണങ്ങളുണ്ട്. എല്ലാം സ്വർണത്തിൻ്റേത്. ധരിച്ചിരിക്കുന്ന ഫ്രോക്കിൻ്റെ പിൻവശം അതേപടി തുറന്നു കിടപ്പുണ്ട്. സിബ് പതിയെ വലിച്ചിട്ടു. കർച്ചീഫ് എടുത്ത് കുട്ടിയുടെ മുഖം തുടച്ചു. താനത് ചെയ്യുമ്പോൾ ആ കണ്ണുകൾ തൻ്റെ മുഖത്ത് തന്നെയായിരുന്നു. വീണ്ടും കരച്ചിലാരംഭിക്കുമോ എന്നായിരുന്നു പേടി. പക്ഷേ ഇണങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അത്. മോളുടെ പേരെന്താ? ചോദിച്ചു നോക്കി. മോള്. പെട്ടെന്ന് തന്നെയായിരുന്നു ഉത്തരം. തുടർന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി. പ്രായം 3 തികഞ്ഞിട്ടില്ലെന്ന് തീർത്ത് ഉറപ്പുണ്ട്. വീട്ടിലെ ശല്യം ഒഴിവാക്കാനായി മാത്രം കൊണ്ടുവന്ന് ഏൽപ്പിച്ചതാവാം. പേര് പോലും ചോദിക്കാൻ തനിക്കിട കിട്ടിയില്ല. മേശപ്പുറത്തിരുന്ന കുട്ടിയെ പതിയെടുത്ത് ബെഞ്ചിലിരുത്താൻ നോക്കി. അപ്പോൾ തുടങ്ങി കരച്ചിൽ. അതിലെ മേശപ്പുറത്തിരിക്കുന്നതാണ് ഇഷ്ടമെന്ന് മനസ്സിലായപ്പോൾ അവിടെ തന്നെ ഇരുത്തി. ആകെ ഒരു വല്ലായ്മ തോന്നാതിരുന്നില്ല. ക്ലാസ്സിൻ്റെ നിയന്ത്രണം ആകെ തെറ്റിയിരിക്കുകയാണ്. കുട്ടികളെ ഒരുവിധം അടക്കിയിരുത്തി. അവരിടയ്ക്ക് കഴിക്കാൻ കൊണ്ടുവന്നതെടുത്ത് കഴിക്കാൻ നിർദ്ദേശം കൊടുത്തു. കുട്ടിയുടെ ശ്രദ്ധ മറ്റുള്ളവർ കഴിക്കുന്നതിലേക്കായി. മിനി തിന്നുന്ന ബിസ്ക്കറ്റിലേക്ക് നോക്കി ഉമിനീരിറക്കുന്നുണ്ട്. ആ മനുഷ്യൻ കുട്ടിക്ക് ആവശ്യമുള്ള ഒന്നും കൊണ്ടുവന്ന് ഏൽപ്പിച്ചില്ലെന്ന് ഓർത്തത് അപ്പോഴാണ്. വേഗം മിനിയുടെ അടുത്ത് നിന്ന് ഒരു ബിസ്ക്കറ്റ് ചോദിച്ചു വാങ്ങി കുട്ടിക്ക് കൊടുത്തു. ആർത്തിയോടുകൂടിയാണ് അത് തിന്നത്. ചായ കൊണ്ടുവന്ന പയ്യനെ തേടുകയായിരുന്നു കണ്ണുകൾ. പുറത്തുനിന്നും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് ആയിരുന്നു ചിന്തിച്ചിരുന്നത്. നിമിഷങ്ങൾ ഏറെ കഴിഞ്ഞില്ല. പയ്യൻ ചായയും കൊണ്ടുവന്നു. ഒരു ഗ്ലാസ് പാലും വെള്ളവും ഒരു കവർ ബിസ്ക്കറ്റും ആ പയ്യനെ വിട്ട് വാങ്ങിപ്പിച്ചു. ആയതിനിടയിൽ കുട്ടികളെ കളിക്കാൻ വിട്ട് ചായ കുടിക്കാനായി വന്നിരുന്നു. ഈ കുട്ടിയുടെ കരച്ചിലാണോ കേട്ടത്? വാതിൽ കടക്കുന്നതിന് മുമ്പേ ചോദ്യമുണ്ടായി. ഉഫ്, ഇതെവിടുത്തെ കുട്ടിയാ? അവരന്വേഷിച്ചു. എനിക്കറിയില്ല. കൊണ്ടുവന്ന ആളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിറങ്ങിപ്പോയി കളഞ്ഞു. ടീച്ചറമ്മ എവിടെയെന്ന് ചോദിച്ചാൽ കയറി വന്നു തന്നെ. ടീച്ചറിനെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും. എനിക്കും അത് തോന്നി. ഏതോ വലിയ ഇടത്തേതാണെന്ന് തോന്നുന്നു. താനും ശരിവെച്ചു. ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ച് കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തു. പാലായ തണുപ്പിച്ചു തന്നു. പിടിച്ചു കൊടുത്തപ്പോൾ കുട്ടിക്ക് ഗ്ലാസ്സിൽ കുടിക്കാൻ അത്ര വശമില്ലെന്ന് തോന്നി. പകുതിയും താടിയിലൂടെ ഒഴുകി ഫ്രോക്ക് നനച്ചുകൊണ്ടിരുന്നു. 3-4 ബിസ്ക്കറ്റിൽ നിന്ന് പാലും കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ വിഷപ്പടക്കി. പിന്നെ കളിയിലായി ശ്രദ്ധ. ആയ എടുത്തുകൊണ്ട് മൂത്രം ഒഴിപ്പിച്ച് കൊണ്ടുവന്നു. അരയിലും ഉണ്ട് നല്ല കട്ടിക്ക് പൊന്നരഞ്ഞാണ്. എവിടെയെങ്കിലും ഊർന്നു വീണാൽ നമുക്ക് ജോലിയാവുമെന്നാണ് തോന്നുന്നത്.
ആയ പറഞ്ഞു. സ്വർണം ധരിച്ചു കൊണ്ടുവരാൻ കുട്ടികളെ അനുവദിച്ചിരുന്നില്ല. ആവശ്യത്തിനുള്ള കമ്മൽ മാത്രമാണ് ഇടാൻ സമ്മതിച്ചിട്ടത്. ആരെങ്കിലും വന്നാൽ പറയണം, ഇതൊക്കെ ഊരി വെച്ചിട്ട് വേണം നാളെ കൊണ്ടുവരാമെന്ന് ആയ വീണ്ടും പറഞ്ഞു. കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കണോ വേണ്ടോ എന്ന സംശയത്തിലായിരുന്നു അപ്പോഴും താൻ. എന്തായാലും ടീച്ചറമ്മ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം, ഉള്ളിലുറച്ചു. പിന്നീട് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ശ്രദ്ധ അവിടേക്കായി. കുട്ടിക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണമായി ആരെങ്കിലും വരാതിരിക്കില്ല. അപ്പോൾ വിശദവിവരം ചോദിച്ചറിയാം. പക്ഷേ എല്ലാ കുട്ടികളുടെയും ഊണ് കഴിഞ്ഞിട്ടും കുട്ടിയെ അന്വേഷിച്ച് ആരും എത്തിയില്ല. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ സ്വന്തം ജാഷി വയനാട്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ.